കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു വർഷം. സ്വന്തം വീടുകളിൽ ഉറങ്ങിക്കിടന്നവരെ മഹാനിദ്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രകൃതി ദുരന്തത്തിന് ഒരാണ്ട് തികയുകയാണ്. രണ്ടായിരത്തി 2024 ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമറ്റം മേഖലയിൽ ആദ്യമായി മണ്ണിടിച്ചിലുണ്ടായത്. 1 മണിയോടുകൂടി വലിയ ഉരുൾപൊട്ടലായി മാറുകയായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാ നിർമ്മാണമാണ് ദുരന്തഭൂമിയിൽ നടന്നത്. 298 പേർ ദുരന്തത്തിൽ മരിച്ചുവെന്നതാണ് കണക്ക്. ഇതിൽ 32 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലിയാർ, നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നും 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ 99 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ജീവനൊഴികെ സർവസ്വവും നഷ്ടപ്പെട്ട ദുരന്തബാധിതർ അതിജീവനത്തിനായുള്ള പോരാട്ടം തുടരുകയാണ്. ഒരു വർഷം പിന്നിടുന്ന ഘട്ടത്തിലും മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കായിട്ടില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിട്ടും ദുരിതബാധിതരെ സഹായിക്കാൻ രാജ്യം ഭരിക്കുന്ന സർക്കാർ നയാ പൈസ നൽകാത്തതും ചർച്ചയായിരുന്നു. എന്നാൽ രാഷ്ട്രീയ മത ജാതി ഭേദമില്ലാതെ കേരളം ഒറ്റക്കെട്ടായി കൈകോർത്തതോടെ പുനരധിവാസത്തിനുള്ള പണം കണ്ടെത്തുകയും ടൗൺഷിപ്പിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തബാധിതർക്കായുള്ള സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 410 വീടുകളാണ് നിർമ്മിക്കേണ്ടത്. 5 സോണുകളിലായി നിർമ്മിക്കുന്ന വീടുകൾ ആദ്യ സോണിൽ ഉൾപ്പെട്ട 140 വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തി പൂർത്തിയായി. മാതൃകാ വീടിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഡിസംബറോടെ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.